ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തൈറോയ്ഡ് ഫംഗ്ഷനെ പറ്റിയും അതുകൊണ്ടുണ്ടാകാവുന്ന, അതായത് ആ ഫംഗ്ഷനിൽ ഉള്ള തെറ്റുകൾ കൊണ്ട് സംഭവിക്കാവുന്ന ഡിസീസസിനെ പറ്റിയുമാണ്. ഒരുപാട് പേഷ്യൻസ് കംപ്ലൈൻറ്റ് പറയുന്നതാണ് തൈറോയ്ഡ് ഫംഗ്ഷൻ ശരിയല്ല, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തൈറോനോം കഴിക്കുകയാണ്, ഇലക്ട്രോസിൻ കഴിക്കുകയാണ്, ഇങ്ങനത്തെയൊക്കെ കണ്ടീഷൻസ്. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് അവർ കൂടുതലായി പറയുന്ന സിംറ്റംസ്, എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടത് എന്നൊക്കെയാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. പ്രധാനമായിട്ട് തൈറോയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തൊണ്ടയിലിരിക്കുന്ന ലാരിങ്സിന്റെ അടിഭാഗത്തായിട്ട് ഇരിക്കുന്ന തൈറോയ്ഡ് ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഇതിന് ലോബ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു തൈറോയിഡിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രധാനമായും T3, T4, TSH ആണ്. ഈ മൂന്നെണ്ണമാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള ഹോർമോൺസ്. അതേപോലെ തന്നെ പിന്നെ വരുന്നത് കാൽസിറ്റോണിൻ ആണ്. അപ്പോൾ T3, T4 വ്യത്യാസപ്പെട്ട് കഴിയുമ്പോഴാണ് നമുക്ക് ഹൈപ്പർ തൈറോയിഡിസം എന്ന കണ്ടീഷനിലോട്ട് പോകുന്നത്. TSH വ്യത്യാസം കാണിക്കുമ്പോഴാണ് ഹൈപ്പോ തൈറോയിഡിസത്തിലോട്ട് പോകുന്നത്. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ നമ്മുടെ തൈറോയിഡിന്റെ പ്രവർത്തനം വളരെ ക്രമാതീതമായി കുറയുന്നു എന്നാണ് കാണിക്കുന്നത്. എന്നാൽ T3, T4 വ്യത്യാസം വരുമ്പോൾ തൈറോയിഡിന്റെ ഫംഗ്ഷൻ കൂടുകയാണ് ചെയ്യുന്നത്. ഇതിന് രണ്ടിനും രണ്ട് തരത്തിലുള്ള സിംറ്റംസ് ആണ് കാണിക്കുന്നത്. പിന്നെ കാൽസിറ്റോണിൻ എന്താണെന്ന് വെച്ചാൽ അതാണ് നമുക്ക് കാൽഷ്യം ഫോസ്ഫേറ്റ് ഒക്കെ തരുന്നത്. അതിന്റെ ഭാഗമായി നമ്മുടെ ബോൺ ഹെൽത്ത് ആണ് ബെറ്റർ ആയിരിക്കുന്നത്. എന്നാൽ ഈ TSHന്റെ ഭാഗമായിട്ട് TSHും ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് മെറ്റബോളിസം, നമ്മുടെ ഗട്ട് ഹെൽത്ത് ബെറ്റർ ആക്കാനും, അതേപോലെ തന്നെ പിന്നെ മെൻസ്ട്രൽ കംപ്ലയിൻസ്, അതായത് മെൻസ്ട്രലിന്റെ പ്രവർത്തനങ്ങളെ പറ്റി, മെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും, അതായത് അതിനോട് റിലേറ്റ് ചെയ്ത ഹോർമോൺസും ശരിയാക്കി വെക്കുന്നതിലും, ഇതേപോലെ തന്നെ നമുക്ക് ടെമ്പറേച്ചർ റെഗുലേഷൻ, നമ്മുടെ ശരീരത്തിലെ തണുപ്പ്, ചൂട്, അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ശരിയാക്കുന്നതും നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺസ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിൽ തെറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ T3, T4 പ്രശ്നം വന്നിരിക്കുന്നതെങ്കിൽ പ്രവർത്തനം കൂടുകയാണ് ചെയ്യുന്നത്. അവർക്ക് വെയിറ്റ് ലോസും അതേപോലെ തന്നെ നെർവസ്നെസ്സും, ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സും ഫിയറും, അതേപോലെ നെഞ്ചിൽ പാൽപിറ്റേഷൻ, അതായത് നമുക്ക് എന്താ പറയണേ, ഭയങ്കരമായിട്ടുള്ള പാൽപിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നെഞ്ചിടിപ്പ് കൂടുക, അതാണ് പാൽപിറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും ഉണ്ടാവാൻ ഇടയുണ്ട്. അത് T3, T4 വ്യത്യാസം. TSH ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഗെയിൻ, അതേപോലെ ക്ഷീണം, ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, ഉറക്കം തൂങ്ങുക, മുടി കൊഴിച്ചിൽ, നഖം പൊട്ടിപ്പോവുക, അങ്ങനെയുള്ള വളരെ ഭയങ്കരമായിട്ടുള്ള ഡൾനെസ്, ചിലവരിലെ ഗ്ലൂമിനെസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ ജനറലി നമുക്ക് T3, T4 TSHൽ ഉണ്ടാകുന്ന ഇതുകൊണ്ടാണ് തൈറോയിഡിന്റെ രണ്ടും. അപ്പൊ ചിലവർ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ വെയിറ്റ് ഗെയിൻ, അതായത് തടി കൂടുന്നത് മാത്രമാണ് തൈറോയിഡിന്റെ പ്രശ്നം കൊണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയല്ല, തടി കുറയുന്നതും തൈറോയിഡിന്റെ പ്രവർത്തനം തെറ്റിക്കിടക്കുന്നതുകൊണ്ടായിരിക്കാം. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കുക. ഏത് തരത്തിലുള്ള സിംറ്റം ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഡോക്ടറോട് നിങ്ങൾ ചോദിക്കണം. പ്രധാനമായിട്ടും ഫിസിക്കൽ ജനറലിൽ ഉണ്ടാവുന്ന, നമ്മുടെ ഫിസിക്കൽ ജനറൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശപ്പ്, ദാഹം, ഉറക്കം, ഇങ്ങനെയുള്ള എന്ത് പ്രശ്നത്തിലും ഉറക്കമില്ലായ്മയുണ്ട്, ഉറക്കം തൂങ്ങലും ഉണ്ട്. ഇത് രണ്ടും തൈറോയിഡിന്റെ തെറ്റുകൊണ്ട് സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് ഏതാണെന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ തന്നെ വന്ന് അത് കറക്റ്റായിട്ട് നോക്കി ചെയ്യണം. ഇതാണ് ഒരു ഗ്രൂപ്പ് ഓഫ് കണ്ടീഷൻസ്. പിന്നെ ഇതേപോലെ തന്നെ അടുത്ത ഒരു കണ്ടീഷനാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്. അതെന്ന് പറഞ്ഞാൽ anti-TPO ആണ് അതിൽ ചെക്ക് ചെയ്യേണ്ടത്, anti-TPO. അപ്പോൾ അത് നോക്കുമ്പോൾ അതിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ ഇത് മിക്കവാറും ഒരു തൈറോയിഡൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് തൈറോയിഡ് എന്ന് പറയും, ആ ഒരു കണ്ടീഷനിലോട്ടാണ് പോകുന്നത്. ചിലപ്പോൾ അത് വേഴ്സ് ആയി കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിലേക്ക് പോവാം, അല്ലെങ്കിൽ ഗ്രേവ്സ് ഡിസീസിലോട്ട് പോവാം. ഏതാണെന്നുള്ളത് നോക്കിയാൽ നമുക്ക് anti-TPOയിൽ വ്യത്യാസം കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ജനറലി നമ്മുടെ പേഷ്യൻസ് കംപ്ലൈന്റ് ആയിട്ട് വരുന്നത്. ഇനി ജനറലി നമുക്ക് അതിന്റെ സിംറ്റംസ് ഒന്ന് നോക്കാം. സിംറ്റംസ് എല്ലാം കൂടി ഒരുമിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വെയിറ്റ് ഗെയിനും ആവാം, വെയിറ്റ് ലോസ് ആവാം, മുടി കൊഴിച്ചില്, മുടി തിന്നായി പോവില്, സ്കാൽപ്പ് കാണാൻ പറ്റുന്ന ഒരവസ്ഥ. പിന്നെ നമുക്ക് ബോൺ ഹെൽത്ത് കുറയുന്നു, ബോൺ ഹെൽത്ത് എപ്പോഴും ഇതിനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. പിന്നെ ഓർമ്മക്കുറവ്, പിന്നെ കോർഡിനേഷൻ കുറവ്, അതായത് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ട്, ബ്രെയിനിന്റെ എല്ലാത്തിനും ഒരു ഡൾനെസ് ഫീലിംഗ്, ഗ്ലൂമിനെസ്, നെർവസ്നെസ്. അത് ഹൈപ്പർ ആവുമ്പോൾ നെർവസ്നെസ്സും ഫിയറും കൂടുതൽ വരും, ഭയങ്കര ടെൻഷനും അതേപോലെ പേടി, ഇങ്ങനത്തെയൊക്കെയാണ് കൂടുതൽ വരുന്നത്. മറ്റേ ഭാഗത്തേക്ക് പോകുമ്പോൾ ഗ്ലൂമിനെസ്, നമുക്കൊരു ഉഷാറില്ലായ്മ, പിന്നെ കാര്യങ്ങൾ ചിന്തിക്കാൻ തോന്നുന്നില്ല, എല്ലാത്തിനും ഒരു മടി, ലേസിനെസ്, ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലോട്ടാണ് ഹൈപ്പോ തൈറോയിഡിസം നമ്മളെ കൊണ്ടുപോകുന്നത്.
ജനറലി ഇതൊക്കെ അതിന്റെ സിംറ്റംസ് തന്നെയാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നില്ലെങ്കിൽ വയറിലെ കോൺസ്റ്റിപ്പേഷൻ, വയറ്റിന്ന് പോകുന്നില്ല, ചിലവർക്ക് വയറിളക്കം, അങ്ങനെ വയറ് ഡിസ്റ്റർബ്ഡ് ആവുന്ന ഒരവസ്ഥ. ഇതേപോലെ തന്നെ മെൻസസ് വരുന്നില്ല, ഒരു കൂട്ടം ആള് പറയുന്നത് മെൻസസ് ആവുന്നില്ല, തൈറോയിഡ് ആണെന്ന് ആണ് വിചാരിക്കുന്നത്, തൈറോയിഡിന്റെ പ്രവർത്തനം കുറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ടാണ് മെൻസസ് വരാത്തത്, ഇങ്ങനെ ഒരു കൂട്ടം. അല്ലെങ്കിൽ ബ്ലീഡിങ് ഭയങ്കര കൂടുതൽ, അതും ഒരു തരത്തിൽ ഹൈപ്പർ തൈറോയിഡിസത്തിന് ബ്ലീഡിങ് കൂടാനാണ് സാധ്യത. പിന്നെ ടെമ്പറേച്ചർ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് തണുപ്പും സഹിക്കാൻ പറ്റില്ല, ചൂടും സഹിക്കാൻ പറ്റില്ല, രണ്ട് ടെമ്പറേച്ചറും നമുക്ക് കൂടുതൽ താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പേഷ്യന്റ് മാറിപ്പോകുന്നു. അപ്പൊ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ എൻ്റെ അടുത്തൊക്കെ വരുന്നവര് മിക്കവാറും പേര് തൈറോയിനം കഴിക്കുന്നവരും ഇലക്ട്രോസിൻ കഴിക്കുന്നവരുമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അത് ഹോർമോൺസ് ആണ്, പുറത്തുനിന്ന് നമ്മൾ എടുക്കുന്ന ഹോർമോൺസ് ആണ്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ പ്രവർത്തനം, അതായത് തൈറോയിഡിന്റെ പ്രവർത്തനം കറക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് കുറച്ചും കൂടി ബെനിഫിറ്റബിൾ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമ്മുടെ ബോഡിയിൽ ആവശ്യമായിട്ടുള്ള ഒരു തൈറോയിഡ് ഗ്രന്ഥി എന്നുള്ളത് അത് വർക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രകൃതം അനുസരിച്ചുള്ള മരുന്നുകളും അതിനോട് ബന്ധപ്പെട്ടതാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ഉള്ളത് നമുക്ക് ആന്റി TPO ആണെന്ന് മനസ്സിലാവാതെ പോകുന്നവർ ഒത്തിരി പേരുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഇത് തൈറോയിഡിന്റെ ഫംഗ്ഷൻ തെറ്റിപ്പോയതായിരിക്കാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ ജനറലി ചിലപ്പോൾ അത് ഒരു ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനിലോട്ട് പോവാം. അത് ആന്റി TPO ആണ് ചെക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിലെ AMA എന്ന് പറഞ്ഞൊരു ടെസ്റ്റും കൂടി ഉണ്ട്, ആന്റി മൈക്രോസോമൽ ആന്റിബോഡി. അത് ഓരോ ലാബ്സിനനുസരിച്ചായിരിക്കും. ആന്റി TPO ഇല്ലെങ്കിൽ ആന്റി മൈക്രോസോമൽ ആന്റിബോഡി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇത് വെതർ ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ആണോ. അതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആന്റിബോഡീസ് നമുക്കെതിരായിട്ട് തന്നെ പെരുമാറുന്ന ഒരു അവസ്ഥയാണ്. അതും നമ്മുടെ തൈറോയിഡിനെ നശിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനിയുള്ളത് ഒരെണ്ണം വിട്ടുപോയത് എന്താണെന്ന് വെച്ചാൽ ഗോയിറ്റർ ആണ്. ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി, തൈറോയിഡിന്റെ വലിപ്പം അവസ്ഥ അങ്ങനെ വലുതാവുന്ന ഒരു കണ്ടീഷൻ. അത് ഇപ്പോൾ കുറച്ച് കുറവാണ്, കാരണം നമ്മളെല്ലാവരും അയോഡൈസ്ഡ് സോൾട്ട് ആണ് ഉപയോഗിക്കുന്നത്. പണ്ട് നമുക്ക് അങ്ങനെയല്ല, കല്ലുപ്പൊക്കെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാവരും അയോഡൈസ്ഡ് സോൾട്ട് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗോയിറ്ററിന്റെ കുറഞ്ഞിട്ടുണ്ട്. സാധാരണ വരുന്നതിനെക്കാട്ടിലും ഗോയിറ്റർ കുറവാണ് ഇപ്പൊ വരുന്നത്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് അങ്ങനെ ഒരു തടിപ്പ് കാണുന്നുണ്ടെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട മരുന്നുകൾ കൊടുക്കേണ്ടതാണ്. ഇനിയിപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ജനറൽ ആയിട്ട് മനസ്സിലാവുന്ന സിംറ്റംസും ഒരു പരിധിവരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇതിൽ പെടാതെ കുറെ കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ സ്കിന്നിന്റെ ഡ്രൈനെസ്, അതേപോലെ ഒരുപാട് സ്വെറ്റ് ചെയ്യുന്ന ഒരവസ്ഥ, ഭയങ്കരമായിട്ട് വിയർക്കുന്ന ഒരവസ്ഥ, പിന്നെ അതേപോലെ ഡൾനെസ്, തലയ്ക്കൊരു കനം വരുന്ന, ചിലർ അങ്ങനെ പറയാറുണ്ട്, വെയിറ്റ് ഫീൽ ചെയ്യുന്ന, ഡൾനെസ്, നമ്മുടെ ജനറലി നമുക്ക് ആ ഒരു ഗ്ലൂമിനെസ്സും ക്ഷീണവും വീക്ക്നെസ്സും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ തൈറോയ്ഡ് നിർബന്ധമായിട്ടും നോക്കണം. പിന്നെ അതിലൊരു കാര്യമുള്ളത് കൊളസ്ട്രോൾ ആയിട്ട് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതൊരു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നമ്മൾ കൊളസ്ട്രോൾ കൂടുന്നതിനനുസരിച്ച് നമുക്ക് തൈറോയിഡിൽ വേരിയേഷൻ വരാം. അതേപോലെ തൈറോയിഡിൽ പ്രശ്നങ്ങൾ വരുമ്പോഴും ഈ കൊളസ്ട്രോൾ വേരി ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം അതും കൂടി ശ്രദ്ധിക്കുക. ഇതിൻ്റെ കൂടെ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടും ഈ പറഞ്ഞ പോലെ ഒരു കുറേ സിംറ്റംസ് നമുക്ക് ഉണ്ടാവും, ഒരു ഡൾനെസ്സും വിഷമവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് കൊടുക്കുന്നതും നല്ലതാണ്. കാരണം കാൽസിറ്റോണിനും കൂടെ പ്രശ്നത്തിൽ പെട്ടിരിക്കുന്നതുകൊണ്ട് വൈറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ് കൊടുത്തിട്ടും നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ശരിയാവുന്നില്ലെങ്കിൽ നിർബന്ധമായും നമ്മൾ തൈറോയ്ഡ് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഇനിയുള്ളത് നമുക്ക് ഭക്ഷണത്തിൽ എന്ത് ചെയ്യാം എന്നുള്ളതാണ്. ഭക്ഷണത്തിൽ ചെയ്യേണ്ടത് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുക, പുറത്തെ സാധനങ്ങൾ ഒഴിവാക്കുക. മെയിനായിട്ട് നട്ട്സ്, സീഡ്സ് ഇതെല്ലാം നല്ലതാണ്. എഗ്ഗ്, മിൽക്ക്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സിലാണെങ്കിൽ ആപ്പിൾ, പെയർ, പിന്നെ സിട്രസ് ഫ്രൂട്ട്സ്, ഇങ്ങനത്തെ എല്ലാം നല്ലതാണ്. ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും ആ ബാലൻസ്ഡ് ഡയറ്റ് നിങ്ങൾ നോക്കിയാൽ മതി. സമീകൃത ആഹാരം അത് നിങ്ങൾ കഴിക്കുക. പ്ലസ് പിന്നെ പേഷ്യൻസ് പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഇതുകൊണ്ടാണ്, അതായത് തൈറോയിഡിന്റെ പ്രവർത്തനം കുറഞ്ഞത് കൊണ്ടാണ് ഞാൻ വെയിറ്റ് കൂടിയത്, അങ്ങനെ പറയാൻ നമുക്ക് അവകാശമില്ല. കാരണം എന്ത് പ്രവർത്തനം കറക്റ്റ് ചെയ്യണമെങ്കിലും നമ്മുടെ ഡയറ്റും നമ്മുടെ പിന്നെ ലൈഫ് സ്റ്റൈലും മാറ്റുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ നല്ലപോലെ എക്സർസൈസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ നല്ലപോലെ യോഗയും മെഡിറ്റേഷൻ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളെ വെയിറ്റ് കറക്റ്റ് ചെയ്ത് വരിക. BMI, ബോഡി മാസ് ഇൻഡെക്സ് കറക്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടി സ്ട്രെസ് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100% നമുക്ക് ഈ ഒരു തൈറോയ്ഡ് ഫംഗ്ഷന്റെ ബെറ്റർ ആവുന്നത് കാണാം. അപ്പോൾ നമ്മുടെ ഭക്ഷണം, അതേപോലെ നമ്മുടെ ആരോഗ്യ നമ്മുടെ ലൈഫ് സ്റ്റൈൽ രീതികൾ
അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ മാക്സിമം കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കറക്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് തൈറോയ്ഡ് തന്നെ കുറഞ്ഞു വരുന്നത് കാണാം. കൊളസ്ട്രോൾ കുറയുമ്പോഴും, കൊളസ്ട്രോളും ഒരു റീസൺ ആണ്. അപ്പം കൊളസ്ട്രോൾ കുറയുന്നതും നമ്മുടെ തൈറോയിഡിന്റെ ഫംഗ്ഷൻ കറക്റ്റ് ആവാനായിട്ട് ഉപകരിക്കും. അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ ഇനി വേണ്ടത് എന്താന്ന് വെച്ചാൽ ഭക്ഷണം കറക്റ്റ് ചെയ്യുക, നമ്മൾ കറക്റ്റായിട്ട് മെഡിക്കേഷൻസ് എടുക്കുക, വിട്ടുകളയാതെ. ആന്റി TPO ആണെങ്കിൽ നിർബന്ധമായിട്ടും കുറച്ച് അധികം നാൾ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. മറ്റേതാണെങ്കിലും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുക. കറക്റ്റായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ നമുക്ക് അതിൽ കുറവ് വരുത്താൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തൈറോനോമാണ് അല്ലെങ്കിൽ ഏത് കാര്യമാണെങ്കിലും അതിങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുപോകത്തേ ഉള്ളൂ. ഇപ്പൊ 25 ആണെങ്കിൽ 50 ആക്കും, 50 അത് 100 ആക്കും, ഇങ്ങനെ അങ്ങ് കയറി പോകത്തേ ഉള്ളൂ. അപ്പൊ അതിന് നമുക്ക് അത് കറക്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. പിന്നെ ഹോമിയോ മെഡിസിൻസ് കഴിക്കുമ്പോൾ ഞങ്ങൾ ആ രീതിയിലല്ല ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. നമ്മുടെ പ്രകൃതം അനുസരിച്ചുള്ള മരുന്നുകളും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളും ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. ഒരുപാട് പേഷ്യൻസ് പറയുന്നതാണ്. അപ്പം നിങ്ങളുടെ ഡൗട്ടുകൾ, ഒരുപാട് പേർക്ക് ഡൗട്ട് കാണും. ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈനേ തന്നിട്ടുള്ളൂ. അപ്പോൾ എന്തൊക്കെ ഡൗട്ടുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള മറുപടികൾ തരാം. അതേപോലെ തന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ കണ്ടുപിടിച്ചത് എന്ന് പറയുന്നതും മറ്റുള്ള ആളുകൾക്ക്, അതായത് അവർക്ക് മനസ്സിലാക്കാൻ ഇത് ഞാൻ കാണിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് അവർക്കും ഒരു തോന്നലുണ്ടാവാൻ നല്ലതാണ്. അപ്പോൾ ഇത് ഷെയർ ചെയ്യുക. ഒരുപാട് പേർക്ക് ആവശ്യമുള്ള ഒരു കണ്ടീഷനാണ്, പലരും അറിയാതെ പോകുന്നു. അതുകൊണ്ടാണ് ഷെയർ ചെയ്യുക. പിന്നെ കൂടുതൽ ഇങ്ങനത്തെ ഹെൽത്ത് ടിപ്സ് അറിയണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്